മകരവിളക്ക് ദർശനത്തിനൊരുങ്ങിയ സന്നിധാനം നാളെ വൈകിട്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരവിളക്ക് ദർശനത്തിനായി 1.5 ലക്ഷത്തോളം ഭക്തർ സന്നിധാനത്തും പരിസരത്തുമായി എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. മകരവിളക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി മാതൃഭൂമി ന്യൂസും സജ്ജമാണ്. സന്നിധാനത്ത് നിന്ന് കണ്ണൻ നായർ, ആർ അനന്തകൃഷ്ണൻ, അശ്വജിത്ത് എന്നിവരൊക്കെയുണ്ട്. ആദ്യം കണ്ണനിലേക്ക് പോവുകയാണ്. കണ്ണൻ, തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരാനായോ? ഒപ്പം തന്നെ നാളെ മകരജ്യോതി നാളെയാണ്. എത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ സന്നിധാനത്ത്? തങ്കപ്രഭയിൽ തിളങ്ങുന്ന പൊന്നമ്പലത്തിന്റെ ചുറ്റുമുള്ള ഭക്തന്മാരെല്ലാം തന്നെ ആ തിരുവാഭരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നാളെ വൈകിട്ടായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുക. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന പൊന്നമ്പലം, ആ ശരണമന്ത്രങ്ങൾ ഈ 18 മലകൾക്കും ഉയരുന്ന ഒരു അവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് ഇതാണ് അവസ്ഥയെങ്കിൽ നാളത്തെ സ്ഥിതി പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കുഞ്ഞയ്യപ്പന്മാരുണ്ട്, കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്, ആരോഗ്യ ഉള്ളവരുണ്ട്. അവരൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പേ എത്തി അവർ കാത്തിരിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം അനുസരിച്ച് മകര ജ്യോതി ദർശിക്കുക, ഒപ്പം തന്നെ മകരസംക്രമ പൂജയിൽ പങ്കെടുക്കുക. അത് ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ കാര്യമാണ് എന്നാണ് വിശ്വാസികൾ കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മകര വിളക്ക് ദിവസം, മകര സംക്രമ പൂജ നടക്കുന്ന ദിവസം ഇവിടേക്ക് ലക്ഷക്കണക്കിന് ഭക്തരായി ഇവിടേക്ക് എത്തുന്നത്. 1.5 ലക്ഷത്തോളം ഭക്തർ സന്നിധാനത്തേക്ക് എത്തും എന്നാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസുമൊക്കെ തന്നെ കരുതുന്നത്. പക്ഷേ ഈ മകര വിളക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ പല സ്ഥലങ്ങളുണ്ട്. പാണ്ടിത്താവളമുണ്ട്, സന്നിധാനത്തിന് സമീപം ശബരിപീഠത്തിന് സമീപം ഒരു ഹെലിപ്പാഡുണ്ട്, അങ്ങനെ ഒപ്പം തന്നെ ഹിൽ ടോപ്പ് ഉണ്ട്. ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്, 10-18ഓളം സ്ഥലങ്ങളുണ്ട് വിവിധ ജില്ലകളിലായി. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലായി അവിടങ്ങളിലൊക്കെ തന്നെ ആൾക്കാർ അയ്യപ്പ ഭക്തന്മാർ തമ്പടിച്ചിരിക്കും. നാളെ 11:00 ഭക്തന്മാരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്ന അവസ്ഥ അവസാനിപ്പിക്കും. കാരണം ഇനി കൂടുതൽ ഭക്തന്മാർ ഇവിടേക്ക് എത്തിയാൽ അവരെ ഉൾക്കൊള്ളാൻ ശബരിമല എന്ന് പറയുന്ന ഈ പുണ്യപ്രദേശത്തിന് സാധിക്കില്ല. അതിന്റെ ഭൂപ്രകൃതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 11:00 ഈ ഭക്തന്മാരെ കയറ്റിവിടുന്നത് അവസാനിപ്പിക്കും. ഇന്നലെ പല ഭക്തരോട് സംസാരിക്കുമ്പോൾ അവർ 8-ാം തീയതി മുതൽ അല്ലെങ്കിൽ 7-ാം തീയതി മുതലൊക്കെ തന്നെ വന്ന പാണ്ടിത്താവളത്തിൽ തമ്പടിച്ചിരിക്കുന്ന ഭക്തരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവർ ഭജന പാടി അയ്യപ്പ സ്തുതികളുമായി കാത്തിരിക്കുകയാണ്. അവർ ഈശ്വര ഭക്തിയിൽ ലയിച്ചിരിക്കുകയാണ്. ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത തന്നെയാണ് ഇത്. കാരണം ശബരിമലയിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ ശബരിമലയിൽ ദർശനം നടത്തുന്നതിന് ആചാരപരമായ പല വിധികളുമുണ്ട്, പല വിശ്വാസങ്ങളുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ 18 പടികൾ തൊട്ടുതൊഴുത് ചവിട്ടിക്കയറുമ്പോൾ 18 മലകളിലെയും മലദൈവങ്ങളെ നമ്മൾ തൊട്ടുതൊഴുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ എടുത്തുയർത്തി പോലീസ് അയ്യപ്പന്മാർ അവരുടെ രക്ഷിതാക്കൾക്കൊപ്പം സന്നിധാനത്തേക്ക് മല ചവിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അയ്യപ്പനെ ആദ്യമായി കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കാണാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുന്നു. എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി ഇവിടെ എല്ലാം സജ്ജമാണ്. എല്ലാവർക്കും അറിയാം, നാളെ വൈകിട്ട് ഏതാണ്ട് ദീപാരാധന സമയത്ത് 6:40 അല്ലെങ്കിൽ 6:50 ായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവരുടെ എല്ലാം കണ്ണുകൾ ഇപ്പോഴും കിഴക്കൻ ചക്രവാളത്തിലേക്കാണ്, പൊന്നമ്പലമേട്ടിലേക്കാണ്. അവർക്കൊക്കെ തന്നെ എപ്പോഴെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് മകരവിളക്ക് ദർശിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പാടിക്കൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് എല്ലാ വർഷവും ഈ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് അവർ പരസ്പരം വഴക്കില്ല, വ്യത്യാസങ്ങളില്ല, ഭാഷാ വ്യത്യാസങ്ങളില്ല. അവരെല്ലാം തന്നെ പരസ്പരം സ്നേഹത്തോടും സഹകരണത്തോടും കൂടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പരസ്പരം വിളിച്ച് സ്വാമിയെ അയ്യപ്പ എന്ന് പരസ്പരം വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നാളെ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഈ ക്ഷേത്രത്തിന്റെ അമ്പലത്തിന്റെ മുകളിലെല്ലാം തന്നെ പുഷ്പത്താൽ അലങ്കരിച്ച ഈ കൊടിമരത്തിന്റെ ചുറ്റും പുഷ്പാലങ്കാരം നടത്തിയൊക്കെ തന്നെ ഈ മകരവിളക്കിനെ ഒരുങ്ങാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മകരവിളക്കിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. നാളെ വൈകിട്ടോടുകൂടി 5 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര ശബരിപീഠത്തിലേക്ക് എത്തും. അവിടെ നിന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പോലീസ് അയ്യപ്പന്മാരും തന്ത്ര നിയോഗിക്കുന്ന മറ്റുള്ള ആൾക്കാരും ചേർന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. പിന്നെ ഒരു വാദ്യമേളങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി വളരെ പതുക്കെ സ്വാമി അയ്യപ്പ എന്നുള്ള ശരണം വിളി തുടങ്ങി. തൊട്ടു പിന്നാലെ തിരുവാഭരണ പേടകങ്ങൾ 18-ാം പടി ചവിട്ടുമ്പോഴേക്കും സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ആ ശരണം വിളി ഏതാണ്ട് ഈ 18 മലകൾക്ക് മുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഈ പ്രദേശത്ത് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി ശരണം വിളിക്കുന്ന ഒരു അവസ്ഥ കാണാൻ സാധിക്കും.
ആ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും മാതൃഭൂമി ന്യൂസ് സജ്ജമാക്കിയിട്ടുണ്ട്. ആ എവിടെയൊക്കെയാണോ മകരവിളക്കിന്റെ ദൃശ്യങ്ങൾ നൽകാൻ സാധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണോ പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കുക, അവയെല്ലാം തന്നെ കൃത്യമായി എത്തിക്കാൻ വേണ്ടി സന്നിധാനത്ത് വലിയ ഒരു ടീം തയ്യാറായിട്ടുണ്ട്. ആർ അനന്തകൃഷ്ണനുണ്ട്, ഒപ്പം ഞാനുണ്ട്, അശ്വജിത്തുണ്ട് റിപ്പോർട്ടിങ്ങിനായി. ഒപ്പം തന്നെ ക്യാമറ ടീം ബിജു ഭാസ്കറിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു ടീം വിവിധ സ്ഥലങ്ങളിൽ ക്യാമറ വെച്ചുകൊണ്ട് ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് അവർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. പമ്പയിൽ CK അഭിലാലും ടീമുണ്ട്, അതുപോലെ തന്നെ നിലയ്ക്കലിൽ ആദിത്യൻ ഓമനക്കുട്ടൻ, ഒപ്പം തന്നെ എരുമേലിയിൽ ഷിനോജുണ്ട്, ഒപ്പം തന്നെ നന്ദുഷ അടക്കമുള്ള ആൾക്കാരുടെ കൃത്യമായ വിവരണങ്ങൾ ഉണ്ടാകും. വലിയ ഒരു സ്റ്റുഡിയോ സംവിധാനം തന്നെ നമ്മൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ഇവിടെ എത്താൻ എല്ലാവർക്കും സാധിക്കില്ല, എല്ലാവർക്കും അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ സാധിക്കില്ല. പക്ഷേ അവിടെ നിൽക്കുന്ന കോടാനുകോടി അയ്യഭക്തന്മാരുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ മകരവിളക്ക് ദിവസത്തെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യം കൃത്യമായി അവരെ അറിയിക്കാൻ വേണ്ടിയുള്ളൊരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കുഞ്ഞയ്യപ്പന്മാരെയും മാളികപ്പുറങ്ങളെയൊക്കെ തന്നെ എടുത്തുയർത്തി ആ പോലീസ് അയ്യപ്പന്മാർ അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നു. അത് നാളെയൊക്കെ ആകുമ്പോഴേക്കും വലിയ രീതിയിൽ മാറ്റമുണ്ടാകും. നാളെ ഇതുപോലെ സമയമാകുമ്പോഴേക്കും ഇവിടെ ഒന്നും ഭക്തന്മാരുണ്ടാകില്ല. ഈ ഫ്ലൈ ഓവറിൽ മാത്രമായിരിക്കും പ്രധാനപ്പെട്ട നിയോഗിക്കപ്പെടുന്ന ചില അയ്യപ്പന്മാരുണ്ടാവുക. ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ തന്നെ താഴെ തിരുമുറ്റത്ത് നിന്ന് മാറ്റി പണ്ടുത്താവളം ആ ഭാഗത്തേക്ക് മാറ്റും. കാരണം മകരവിളക്ക് സമയത്ത് ഒരു കാരണവശാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഫ്ലൈ ഓവറിൽ നിന്നുള്ള കാഴ്ചയാണ്. ഫ്ലൈ ഓവറിൽ തിരക്കുണ്ട്, പക്ഷേ വലിയ രീതിയിൽ നമ്മൾ വൃശ്ചികം 1-ാം തീയതിയൊക്കെ കാണുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള തിരക്കില്ല. സുഖകരമായി അയ്യപ്പനെ ദർശിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. എല്ലാവരും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണുള്ളത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് ശരണമന്ത്രധ്വനികൾ മാത്രം മുഴങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ സന്നിധാനത്ത് ഉള്ളത്.